യുദ്ധമേഖലയായ ഇറാഖിൽ നിന്നും രക്ഷപ്പെട്ട കർദിനാൾ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് മാത്യു വത്തിക്കാനിൽ ലയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാഖിലെ ഏക ലത്തീൻ അതിരൂപതയായ ടെഹ്റാൻ ഇസ്ഫഹാന്റെ ആർച്ച് ബിഷപ്പാണ് ഡോക്ടർ ഡൊമിനിക് മാത്യു. ഇറാനിൽ യുഎസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധപ്രഖ്യാപനത്തിന് ശേഷം കർദിനാൾ ഡൊമിനിക് മാത്യുവിനെ കാണാതാവുകയായിരുന്നു. 2000 അംഗങ്ങളുള്ള ഇറാനിയൻ അതിരൂപതയെ നയിച്ച അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ നയതന്ത്ര ഇടപെടലിലൂടെ റോമിലേക്ക് കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ലയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ, ഭരണകൂടത്തിന് എതിരായ യുഎസിന്റെയും ഇസ്രായേലിന്റെയും മുന്നറിയിപ്പ് എന്നിവയ്ക്കിടയിലാണ് കർദിനാൾ ഡൊമിനിക് മാത്യുവിനെ കാണാതായത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫെബ്രുവരി 28-ന് ഇറാനിൽ സംയുക്ത ആക്രമണത്തിന് ഉത്തരവിട്ടതിനെ തുടർന്ന് കർദിനാൾ ഡൊമിനിക് മാത്യു എവിടെയാണെന്നത് അജ്ഞാതമായിരുന്നു. സൈനിക നടപടി ആരംഭിച്ചതു മുതൽ കർദിനാൾ എവിടെയാണെന്ന് പൊതുജനങ്ങൾക്ക് അജ്ഞാതമായിരുന്നു. ഇതിനിടെ ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് സൗകര്യം ഏതാണ്ട് പൂർണ്ണമായും വിച്ഛേദിച്ചതോടെ കർദിനാൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വർദ്ധിച്ചു. ആർച്ച് ബിഷപ്പ് എവിടെയെന്ന് പല കോണുകളിൽ നിന്നും ചോദ്യമുയർന്നു. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി കൊല്ലപ്പെട്ടു. തുടർന്ന് ഇറാൻ യുഎസ് താവളങ്ങൾക്കും സേനകൾക്കും നേരെയും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും നേരെയും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് കർദിനാൾ ഡൊമിനിക് വത്തിക്കാനിൽ സുരക്ഷിതനായി എത്തിയ വിവരം പുറത്തുവന്നത്. ഇറ്റാലിയൻ എംബസിയുടെ ടെഹ്റാനിലെ ആസ്ഥാനത്താണ് ടെഹ്റാൻ ഇസ്ഫഹാൻ അതിരൂപതാ കേന്ദ്രവും. യുദ്ധം ശക്തി പ്രാപിക്കുന്നതിനിടെ ഇവിടെ നിന്ന് കർദിനാൾ ഡൊമിനിക് മാത്യുവിനെയും എംബസി ജീവനക്കാരെയും വത്തിക്കാൻ തിരികെ കൊണ്ടുവരികയായിരുന്നു. നയതന്ത്ര പ്രതിനിധി സംഘത്തോടൊപ്പം കർദിനാൾ അസർബൈജാൻ വഴിയാണ് റോമിലേക്ക് എത്തിയത്. ഓർഡർ ഓഫ് ഫ്രിയേഴ്സ് മൈനർ കൺവെൻച്വൽസ് സന്യാസ സമൂഹാംഗമായ ഡൊമിനിക് മാത്യു 2021-ലാണ് ഇറാന്റെ ആർച്ച് ബിഷപ്പായി നിയമിതനായത്. 2024-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തിയത്. ഇറാനിലെ സഹോദരീ സഹോദരന്മാരെക്കുറിച്ച് ഖേദവും ദുഃഖവും ഉണ്ട്. അവിടേക്ക് മടങ്ങാൻ അവസരം കാത്തിരിക്കുകയാണെന്നും ഹൃദയങ്ങളുടെ ആന്തരിക സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണെന്നും 62-കാരനായ കർദിനാൾ പറഞ്ഞു.